നമസ്കാരം. കേപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. ഈ നമ്മുടെ ആൾക്കാര് പണ്ടത്തെ കാലത്ത് വൃത്തിയായിട്ട് രാവിലെ കുളിച്ച് ചന്ദനം തൊടും, അല്ലെ ഭസ്മം, കുങ്കുമം, അങ്ങനെയുള്ള കാര്യം. ഈ പണ്ട് കാരണന്മാര് പറയും, കുളിച്ചിട്ട് കുറി തൊടാത്തവനെ തൊട്ടാ കുളിക്കണം എന്ന് പറയും. കുളി കഴിഞ്ഞിട്ട് കുറി തൊടാത്തവനെ തൊട്ടാൽ അവനെ അശുദ്ധിയായിട്ട് കണക്കൂട്ടണം. എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു മോശക്കാരൻ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബങ്ങളിൽ. അല്ലാണ്ട് വേറെ അതൊരു കളിയാക്കി പറയുന്ന പചകമാണ്. കുളിച്ചിട്ട് കുറി തൊടാത്തവനെ തൊട്ടാ കുളിക്കണം, അങ്ങനെ പറയും. ഈ ചന്ദനത്തിന്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ കുങ്കുമം, മഞ്ഞള്, ഭസ്മം ഒക്കെ തൊട്ടാൽ എന്താ അവസ്ഥ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട രീതിയുണ്ട്. ശരിക്ക് ഈ മൂർധസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായും 108 മർമ്മങ്ങളുള്ളതിൽ ഏറ്റവും വലിയ സ്ഥലം എന്ന് പറയുന്നത് തിരുനെറ്റി. രണ്ട് പുരികങ്ങളുടെ ഇടയിലുള്ള മൂക്കിന്റെയും സങ്കേത കേന്ദ്രമായി നിൽക്കുന്ന ആ സ്ഥലത്തെ മൂർധസ്ഥാനം, 70,000 നാഡീഞരമ്പുകളുടെ സങ്കേത കേന്ദ്രമായ സ്ഥാനം എന്നൊക്കെ മർമ്മവിദഗ്ധർ പറയുന്ന ആ സ്ഥലത്ത് ശരിക്കും അന്തരീക്ഷത്തിലെ ഊഷ്മാവ്, അതായത് പ്രകൃതിയിൽ വരുന്ന ചൂടിനെ താങ്ങാതിരിക്കുക എന്നൊരു സങ്കല്പവും കൂടിയുണ്ട് ചന്ദനം തൊടുന്നതിന്. അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു ചൂട് നമ്മുടെ അങ്ങോട്ട് ആഗിരണം ചെയ്യപ്പെടാതിരിക്കുക, അതിന്റെ ശക്തി അതിനകത്തേക്ക് ലേപനം ചെയ്യുക, ചന്ദനം കൊണ്ട് ലേപനം ചെയ്ത് അതിന്റെ ശക്തിയെ കുറയ്ക്കുക, അല്ലെങ്കിൽ ശക്തമായി നിൽക്കുന്ന ബാക്ടീരിയാസ് നിറഞ്ഞ പ്രകാശരശ്മികൾ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവഹിക്കാതിരിക്കുക. ഇപ്പൊ ഈ ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അതിന്റെ ഒന്നും ദുർശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ ആഗിരണം ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ചന്ദനം കൊണ്ട് ശാസ്ത്രീയ വശമാണ് ഞാൻ പറഞ്ഞത്. ദൈവിക വശത്തിലേക്ക് കടന്നാൽ നമ്മുടെ കയ്യിലെ 5 വിരലില് നമ്മുടെ മോതിരവിരൽ എന്ന് പറയുന്ന ഈ മോതിരവിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം. ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീശക്തി അല്ലെങ്കിൽ ത്രിപുരസുന്ദരി ഭാവത്തിലുള്ള വിരലാണ്, വശ്യ സ്വഭാവത്തിലുള്ളതാണ്. ഈ വിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം സാധാരണ തൊടാൻ ഉപയോഗിക്കുന്ന വിരൽ. ഈ ചന്ദനം എന്ന് പറയുന്നത് ശൈവ, വൈഷ്ണവ, ശക്തയ 3 സങ്കല്പങ്ങളുടെയും അധികാര കേന്ദ്രമാണ്. ശൈവമായിട്ടായാലും വൈഷ്ണവായിട്ടായാലും ശക്തയായിട്ടായാലും അതിനെ സംരക്ഷിക്കപ്പെടാറുണ്ട്. ഒരു ദേവന്റെ, ഒരു ഈശ്വരന്റെ, ഭഗവാന്റെ തിരുനടയിൽ നിന്ന് അവിടുത്തെ പീഠത്തിൽ വെച്ച് പൂജ കഴിച്ച് അവിടുത്തെ ഭഗവത് ചൈതന്യം ഉൾക്കൊള്ളുന്ന, അവിടുത്തെ ഭഗവാന്റെ സംരക്ഷണ കവചം ഉൾക്കൊള്ളുന്ന ആ പ്രസാദത്തിന്റെ ആ ശക്തി നമ്മുടെ നിറകയില് സംരക്ഷണ കവചമായി വന്നു ചേരുമ്പോൾ ദൈവീകമായി അന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന പ്രസക്തമായ ഗുണമാണ് ചന്ദനം കൊണ്ടുള്ള ലേപനം. അല്ലെ, ഇത്ര മഹത്തരമായ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അമ്പലത്തിലെ ഭഗവാന്റെ പീഠത്തില് നമ്മൾ വെച്ചിരിക്കുന്ന പ്രസാദം, ആ പീഠത്തിൽ പൂജ കഴിച്ച് ശക്തിയായി നിൽക്കുന്ന പ്രസാദം, ഭഗവാന്റെ അതേ പൂജ ഉൾക്കൊള്ളുന്ന ആ പ്രസാദം നമുക്ക് ലഭിക്കുന്നു. അത് നമ്മളിങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൂടുതലല്ല ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും. അത് രാവിലെ കുഴച്ചിട്ട് ഇല്ല അമ്പലത്തിലെ നേരിട്ട് വാങ്ങിയിട്ട് ആ തീർത്ഥം അത് സേവിച്ചതിന് ശേഷം ആ പ്രസാദം തൊട്ട് കഴിയുമ്പോൾ ആ ഈശ്വരന്റെ ഒരു സൂക്ഷ്മ ശരീരമായിട്ടല്ല, സ്ഥൂല ശരീരമായിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹകരം ഉള്ളുന്ന ആ സാധനം നമ്മുടെ ശരീരത്തിന്റെ എവിടെയാ, ഈ മൂർധസ്ഥാനം, ഗളസ്ഥാനം, 2 സംഭവങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ പൂർണ്ണാവരണം ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണാവരണം. പഴയ രീതിക്ക് ചന്ദനം തൊടുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ നെറ്റിയുടെ ഇവിടെ തൊടും, രണ്ടാമത്തെ കേസ് നമ്മുടെ കഴുത്തിന്റെ ഇവിടെ, നമ്മൾ 2 ഇതില് നമ്മുടെ കഴുത്തിന്റെ പുറയില്, നടുവിന്റെ പുറയില് 2 കാൽപാദം വരെ ചന്ദനം തൊടുന്ന രീതിയാണ്. 16 സ്ഥലങ്ങളിൽ തൊടണം എന്നുള്ള നിയമം. അത്രയ്ക്കൊന്നും അതായത് ആ മനുഷ്യ ശരീരത്തിന്റെ പൂർണ്ണമായ സംരക്ഷണം ആ ഈശ്വരനിൽ നിന്ന് നേടുന്നു. അതാണ് അതിന്റെ ഒരു ആചാര്യന്മാർ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു സിസ്റ്റം. പക്ഷെ നമ്മൾ അത്രയും ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ 4 സ്ഥലങ്ങൾ, നമ്മുടെ ഈ നെറ്റിയും കഴുത്തും 2 കൈകളുടെ ബാഹുക്കളുടെ 2 സ്ഥലങ്ങളിലും നമ്മൾ ആ ചന്ദനം തൊട്ട് കഴിയുമ്പോൾ ഈശ്വരീയമായി അതിന് 100% ഉറപ്പിക്കാൻ ആ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം അന്നത്തെ ദിവസം നമുക്ക് ലഭിക്കും. വലിയ ദുരിതങ്ങളിലോ വലിയ അപകടങ്ങളിലോ വലിയ സാധനങ്ങളിലോ പോകുന്നില്ല. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് സൂക്ഷ്മമായി നിൽക്കുന്ന ദുരിതങ്ങളെ അല്ലെങ്കിൽ ബാധാബന്ധനങ്ങൾ, ഈ അന്തരീക്ഷത്തിലുള്ള ദുരിതങ്ങൾ നമ്മളിലേക്ക് ലയിക്കാനും ഏറ്റവും ആകർഷണ കേന്ദ്രമാണ്
ഈ മൂർധസ്ഥാനം. ആ മൂർധസ്ഥാനത്തിന്റെ പവർ കൊണ്ട് തന്നെ ശരിക്കും പഴയ ദൃഷ്ടിമർമ്മം എന്നൊക്കെ പറഞ്ഞ നോക്കുമർമ്മം, ആ നോക്കുമർമ്മത്തിലേക്ക് ശക്തി പകരുന്നത് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ചൈതന്യമാണ്. ഈ നെറ്റിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൈതന്യമാണ് ഒരു ദൃഷ്ടിമർമ്മത്തിലേക്കൊക്കെ, ദൃഷ്ടി കൊണ്ട് മർമ്മം എടുക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഇതുപോലെ തന്നെ സങ്കല്പത്തിൽ വളരെ ചന്ദനം പോലെ നല്ലതാണ് കുങ്കുമവും മഞ്ഞളും. കുങ്കുമം ശിവശക്തി സങ്കല്പം, ശരിക്കും ത്രിപുരസുന്ദരി സങ്കല്പം, അർദ്ധനാരീശ്വര സങ്കല്പം. ആ സങ്കല്പത്തിന്റെ ഏറ്റവും ശക്തിമത്തായ രൂപം എന്ന് പറയുന്നത് കുങ്കുമാണ്. ഭദ്രകാളി സ്വഭാവം, മഹാലക്ഷ്മി സ്വഭാവത്തിനൊക്കെ പറ്റും. മഞ്ഞപ്പൊടി അതുപോലെ തന്നെയാണ്. ചില അമ്പലത്തിലെ മഞ്ഞ, ദുർഗാ സങ്കല്പത്തിലും വിഷ്ണു നാരായണമൂർത്തി, ലക്ഷ്മി നാരായണമൂർത്തിക്കൊക്കെ മഞ്ഞപ്പൊടി. രണ്ടും ദേവീ സമ്പ്രദായത്തിലാണ്. ഇത് രണ്ടും അതിവശ്യത്തെ പ്രദാനം ചെയ്യണം. നമ്മളെ അതിവശ്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ വശീകരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്ന സാധനം, മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം തോന്നുന്ന ഏറ്റവും പവർഫുൾ ആയി നിൽക്കുന്ന നല്ല കുങ്കുമം, മൂകാംബിയിലെ കുങ്കുമൊക്കെ ഉണ്ടല്ലേ, എന്ത് ഭംഗിയല്ലേ. ഇവിടെ ഇപ്പൊ ഈ ബാംഗ്ലൂരിൽ നിന്ന് കലക്കി തന്നെ മറ്റേ ആസിഡ് ഒഴിച്ച കുങ്കുമം അല്ല ഉദ്ദേശിച്ചത്, നല്ല ചുമന്ന കുങ്കുമം. അത് തൊട്ട് കഴിഞ്ഞിട്ട് ആ ശരിക്കും ആ മുഖത്ത് നോക്കി വർത്തമാനം പറയാൻ വരെ നമുക്ക് ഭയപ്പെടും. അത്ര ആജ്ഞാശക്തിയാണ്. അത്രയും ദേവിയുടെ ശക്തി പ്രഭാവം ആ മുഖത്ത് വിളങ്ങുകയാണ്. ആ ദേവിയുടെ അനുഗ്രഹകല ആ മുഖത്ത് വരികയാണ്. നല്ല പഴയ കേമത്തിയായ നല്ല നല്ല കുടുംബത്തിലുള്ള നല്ല അമ്മമാരുണ്ട്, ശ്രദ്ധിച്ചു നോക്കും. പഴയ തറവാടുകൾ നല്ല കുങ്കുമൊക്കെ ഇങ്ങനെ വട്ടത്തിൽ തൊട്ട് നിൽക്കണ അമ്മയെ കാണുമ്പോ തന്നെ എന്തല്ല ഐശ്വര്യം. പട്ടുസാരിയോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അത് കിട്ടിയത് ഒന്നുമല്ല, ആ ഭഗവത് ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ കുങ്കുമത്തിൽ നിന്ന് കിട്ടുന്ന ആകർഷണത, ആ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഒരു ഗാംഭീര്യത്തെ എന്നൊക്കെ പറയും, ഒരു പവർ, ആ ശക്തിയാണ്. അത് മഞ്ഞപ്പിടിക്കും കിട്ടും. നല്ല ദേവീക്ഷേത്രങ്ങളിൽ പോയി കിടന്ന് കുങ്കുമൊക്കെ സൂക്ഷിച്ചു വെച്ച് ഒക്കെ എടുത്തു വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുങ്കുമം അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചു വാങ്ങുക നല്ലതാണ്. എന്തായാലും രണ്ടും ആ ഭാവത്തെ, ഈ ഒട്ടിക്കുന്ന പൊട്ടൊക്കെ തൊടുന്നോണ്ടില്ലേ സ്ത്രീകളിപ്പോ ഭംഗിയുള്ള പല സാധനം ഇങ്ങനെ ചില വീടുകളിലൊക്കെ കണ്ണാടി നിറച്ച് പൊട്ടുകളായിരിക്കും, ഓരോ ദിവസവും ഓരോ പൊട്ടം എടുത്ത പൊട്ട്. എന്ത് മണ്ടത്തല, എന്ത് വിവരമില്ലായ്മയാണ് നമ്മൾ ചെയ്യണേ. ഒരല്പം ചന്ദനോ കുങ്കുമോ ചെറുതായിട്ട് തൊട്ടാ പോരെ. രണ്ടല്ലേ ഗുണം. ഒന്ന്, ആ ദേവന്റെ അനുഗ്രഹം കിട്ടിയില്ല അന്നത്തെ ദിവസം നമ്മുടെ മുഖം, നമ്മുടെ കണ്ണുകളല്ലേ, നമ്മുടെ കണ്ണാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം നിയന്ത്രിക്കണം. നമ്മുടെ കാഴ്ചകളല്ലേ നമ്മുടെ കാഴ്ച, നല്ല കാഴ്ചയും നല്ല ദർശനങ്ങള് നല്ല സാധനങ്ങള് എന്തും കണ്ണിലൂടെയല്ലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന, അല്ലേ? നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന കണ്ണില്, നല്ല കാഴ്ചകൾ കാണുന്ന, നല്ല ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ഭാവി എല്ലാം നമ്മുടെ കണ്ണ്, വിഷൻ എന്നല്ല പറയണേ. അതിന്റെ ഉൾക്കൊള്ളുന്ന മുഖത്തിന്റെ ഏറ്റവും മൂർധസ്ഥാനം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇത്തിരി കുങ്കുമം തൊട്ടുള്ള ഭംഗി എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒട്ടിക്കണ പൊട്ടൊക്കെ തൊട്ട് വൃത്തികേട് കാണിച്ച് ശരിക്കും പറഞ്ഞാൽ അബദ്ധങ്ങൾ അതൊക്കെ. എന്നിട്ട് അതൊക്കെ ലാസ്റ്റ് ഈ ഒട്ടിക്കുന്ന പൊട്ടിന്റെ പശയെല്ലാം വീണിട്ട് കറുത്ത് മുഖത്ത് പാടായി. അത് കഴിയുമ്പോഴത്തേക്ക് 46 വയസ്സ് കഴിയുമ്പോൾ ഓടി വരും, സാറെ കരിമംഗല്യാണ്, ഭർത്താവിന് കുഴപ്പമുണ്ടോന്ന്. ഈ ആവശ്യമില്ലാത്തൊക്കെ തൊട്ടിട്ടേ ഉണ്ടാവണേ. ഇത് പറഞ്ഞാൽ അവർ സമ്മതിക്കൂ? അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് ഭസ്മ. ശൈവോപാസകന്മാരാ ഭസ്മത്തിന്റെ കാര്യങ്ങൾ. ശിവോപാസന, ശരിക്ക് ശിവോപാസന കണ്ട് നമ്മള് ഭസ്മം ഉണ്ടാക്കുന്ന വിധാനം തന്നെ ഭയങ്കര ശക്തമാണ്. നിരവധി കർമ്മങ്ങൾ ചെയ്താ ഭസ്മം ഉണ്ടാക്കണേ. ആ ഭസ്മത്തിന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, എത്ര തവണ പാലൊഴിച്ച് കഴുകി ഉണക്കിയെടുക്കുന്ന യഥാർത്ഥ ഭസ്മം എന്നറിയോ. ആ ഭസ്മം 3 വരിയായിട്ട് നമ്മളിങ്ങനെ നെറ്റിയത്തോടും എല്ലാം നമ്മുടെ ഈ സന്ധികളിലായി ഭസ്മം പറ്റുന്നത്. ശരീരത്തിലെ നീർക്കെട്ടിനെ മുഴുവൻ സക്ക് ചെയ്തിട്ട് അത് പുറത്തേക്ക് വലിക്കാൻ ഏറ്റവും നല്ല സാധനം ഏതാന്ന് വെച്ചാൽ ഭസ്മത്തിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ആധുനിക ലോകത്ത് നമ്മളിപ്പോ ഈ പറയുന്ന ചീപ്പായി നിൽക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിച്ച്, ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് നമ്മൾ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശന്മാർക്ക് ഒരു വാദം ഉണ്ടായിരുന്നു, ഒരു മാറാവ്യാധി ഉണ്ടായിരുന്നു, ഒരു അപകടം ഉണ്ടായിരുന്നു. മരിക്കുന്ന അന്ന് വരെ അവർ ജോലി എടുത്തിട്ട് കിടന്നു മരിച്ചോണ്ടല്ലോ ഏറ്റവും കൂടുതൽ മുത്തശ്ശന്റെയും അവരുടെ ആ ശാരീരികമായി നിൽക്കുന്ന ആജ്ഞാശക്തി, ആത്മീയ ശക്തി, മനുഷ്യശക്തി, ഇതൊക്കെ സനാതന ധർമ്മത്തിലൂടെ ആർജിച്ചെടുത്ത കർമ്മങ്ങളിലൂടെ മാത്രം ലഭിച്ച് കിട്ടിയതാ. ഇന്ന് പറയുന്ന ഓരോ സാധനങ്ങൾ മറ്റു ഈ പറയുന്ന പോലെ കുപ്പിവെള്ളവും മറ്റു സാധനങ്ങളും മറിച്ച് കിട്ടിയതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പഴമയ്ക്കുണ്ടാകുന്ന പാരമ്പര്യത്തിൽ വളരെ കേമത്വമുണ്ട്.
ഭസ്മം സാധാരണ നമ്മുടെ കേരളീയ തന്ത്രശാസ്ത്ര പ്രകാരം വൈകുന്നേരങ്ങളിലാണ് തുടങ്ങുന്നത്. രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി ഭസ്മം കിട്ടിയാൽ നമ്മൾ തൊടില്ല എന്നല്ല, തൊടും. സന്ധ്യാനാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഭസ്മം തൊട്ട്, വൈകുന്നേരങ്ങളിൽ ഭസ്മം വടക്കോട്ടും കിഴക്കോട്ടുമാണ് നമ്മൾ ഇരുന്ന് നിലത്തിരുന്ന് തൊടുക എന്നൊക്കെ പറയും. ഇരുന്നിട്ട് തൊടുക ഭസ്മം, നിന്നോണ്ട് തൊടാതെ ഒന്ന് ഇരുന്നിട്ട് തൊടുക. ഭസ്മം വൈകുന്നേരവും രാവിലെ ചന്ദനം കുങ്കുമാദികളും, ഇതിനാണ് പ്രാധാന്യം. ഒരു ശ്രീകോലിനെ, ഒരു അമ്പലത്തിനെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ആ ഭഗവാന്റെ അനുഗ്രഹകല ഉൾപ്പെടുന്ന, ആ ഭഗവാന്റെ സംരക്ഷണം ഉൾപ്പെടുന്ന, ആ ഭഗവാന്റെ ഒരു ദേവന്റെയോ ദേവിയുടെയോ പൂർണ്ണമായി നിൽക്കുന്ന ശക്തി ഉൾപ്പെടുന്ന, അദ്ദേഹത്തിന്റെ പാതാരബിന്ദങ്ങളിൽ ലഭിക്കുന്ന ആ പ്രസാദം നമ്മുടെ ശരീരത്തിലെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംരക്ഷണങ്ങളും നമുക്കുണ്ടാകുന്ന ആകർഷണയും നമുക്കുണ്ടാകുന്ന ബുദ്ധികളും ഗതികേടുകളും നമ്മളിൽ നിന്ന് മാറി നിന്നു ആ ഒരു ദിവസത്തെ പുണ്യമാക്കാൻ നമ്മൾ തൊടുന്ന പ്രസാദത്തിന്, നമ്മൾ തൊടുന്ന കുങ്കുമത്തിന് സാധിക്കുമെങ്കിൽ, ഇത്രയും മഹത്തരമായി നിൽക്കുന്ന ഒരു സാധനം, ഒരു കഷ്ടപ്പാടുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട്, അത് ഇന്നതിനു വേണ്ടിയിട്ടാണ് എന്ന്, അതുകൊണ്ട് ഭംഗിക്ക് വേണ്ടി തൊടുന്നതല്ല. ഞാൻ തുളസിപ്പൂവ് മുടിയിൽ വെക്കുമ്പോൾ ഭഗവാന്റെ ആ പ്രാധാന്യം പറഞ്ഞു തന്നതുപോലെ തന്നെ ഇതിനെ അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അനിർവചനീയമായി നിൽക്കുന്ന ഒരു അനുഭൂതിയായിരിക്കും നമുക്ക് ഓരോ ദിവസവും ലഭിക്കാൻ പോകുന്നത്. ഒരു അനിർവചനീയമായി നിൽക്കുന്ന സംരക്ഷണമായി ലഭിക്കുന്നത്. അതുകൊണ്ട് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിനെ അതിൻ്റെതായ രീതിയിൽ കാണുക, അങ്ങനെ തന്നെ ചെയ്യുക. നന്ദി, നമസ്കാരം.